എത്ര പെട്ടെന്നല്ലേ ചിരിച്ചുകൊണ്ട് നിന്ന പ്രകൃതി കലിതുള്ളിയത്. ഒരു ദിവസം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും മഴയും വെള്ളപ്പൊക്കവും എല്ലാം ആയി. ഞങ്ങളിവിടെ പത്തനംതിട്ടയിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ മഴ പെയ്താൽ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. നമ്മൾ റാന്നി അടുത്താണ് താമസിക്കുന്നതെങ്കിലും അടുത്തൂടെ ഒഴുകുന്നത് അച്ഛൻ കോവിലാറാണ് കേട്ടോ. വീട് കുറച്ചും കൂടെ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ഇതിപ്പോ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അതൊരു പാടമാണ്. അതിന്റെ രണ്ട് സൈഡിൽ നിന്നും വെള്ളം കയറി റോഡ് നിറഞ്ഞു കിടക്കാണ് കേട്ടോ. അതിന്റെ അപ്പുറത്തായിട്ടാണ് ചെറിയ മക്കളുടെ സ്കൂള്. അവരുടെ നിർബന്ധത്തിനാണ് ഈ വെള്ളം പൊങ്ങിക്കിടക്കുന്നത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ പോയിട്ടോ. മോന് ചാർട്ട് പേപ്പറൊക്കെ വാങ്ങിക്കണമായിരുന്നു. എന്തോ പ്രോജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവധി ആയതുകൊണ്ടും പിന്നെ മഴയല്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. കടകളിലേക്കൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. പിന്നുള്ള ഒരേ ഒരു പ്രശ്നം, കറണ്ട് ഇല്ലായിരുന്നു രാവിലെ മുതൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാനോ ഒന്നും പറ്റിയില്ല. ഇന്ന് പകലാണെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞു നിന്നിട്ട് രാത്രിയായപ്പോൾ ഭയങ്കര മഴ പെയ്തു. രാവിലെ മുതൽ അലേർട്ട് കേൾക്കുകയാണ് കേട്ടോ, വെള്ളം പൊങ്ങുന്നു എന്നുള്ളത്. സന്ധ്യ കഴിഞ്ഞതുകൊണ്ട് വേഗം ഒരു കുക്കർ ബീഫ് കറി അങ്ങ് വെക്കാന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. കറണ്ട് ആണെങ്കിൽ വന്നും പോയി നിൽക്കുകയാണേ. എല്ലാവരും എല്ലായിടത്തും സേഫ് അല്ലേ? വീണ്ടും ഒരു 2018 ആവർത്തിക്കരുതേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അപ്പോൾ മോന് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ചാർട്ടിലൊന്ന് വരച്ചൊക്കെ കൊടുത്തു. എന്നിട്ട് അവനിരുന്ന് എഴുതുകയാണ്. ആ സമയത്ത് കുക്കറിൽ വെച്ചിരുന്ന ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ചും കൂടെ ചെറിയ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, ഗരം മസാല ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഇന്നലെ വൈകിട്ട് എടുത്തതായിരുന്നു കേട്ടോ. ഇന്നായപ്പോൾ പിന്നെയും മഴ പെയ്തിട്ടുണ്ട്. പമ്പയിലൊക്കെ നന്നായിട്ട് വെള്ളം പൊങ്ങുന്നുണ്ട്. പിന്നെ വൈകിട്ട് കഴിക്കാനായിട്ട് പുട്ടായിരുന്നു കേട്ടോ. രാവിലെ ഉണ്ടാക്കിയതിന്റെ ബാക്കി പുട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ പിള്ളേർക്ക് ചോറും കൊടുത്തു. അപ്പോൾ വീണ്ടും പറയുന്നു, എല്ലാവരും എവിടെയാണെങ്കിലും സേഫ് ആയിട്ടിരിക്കുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാവേ.